ഹലോ സ്റ്റുഡൻസ്, ഇന്ത്യൻ ഇക്കോണമി വളരെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ള വിശ്വാസത്തിൽ അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം. ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യക്കുണ്ടായിരുന്ന നമ്മളുടെ ഇക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെയായിരുന്നു, അഗ്രികൾച്ചർ സെക്ടർ എങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒന്ന് ഫോറിൻ ട്രേഡാണ്, ഒന്ന് ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ആണ്, ആൻഡ് മൂന്നാമത്തത് ഇസ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട് our ടോപ്പിക് ഇന്ത്യ ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇസ് ദ ലോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. രണ്ടാമത്തത് വി സെഡ് അബൌട്ട് അഗ്രികൾച്ചർ സെക്ടർ, ആൻഡ് മൂന്നാമത്തത് വി സെഡ് അബൌട്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫോറിൻ ട്രേഡാണ്, വിദേശ വ്യാപാരമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ നയങ്ങളായിരുന്നു നമ്മൾക്കുണ്ടായിരുന്നത്, ഫോറിൻ ട്രേഡ് എങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, എങ്ങനെയായിരുന്നു നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്തിയിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, പല വിദേശ രാജ്യങ്ങളും നമ്മളുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് കച്ചവട ലക്ഷ്യം മുന്നിൽ നിർത്തിയിട്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഇതും നമ്മൾ എങ്ങനെയായിരുന്നു നമ്മളുടെ വിദേശ വ്യാപാര ബന്ധങ്ങൾ എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യ വാസ് കൺവേർട്ടഡ് ഇൻ ടു എ mere exporter of raw materials and importer of finished goods. എല്ലാ raw materialsum were exported from our country to foreign countries, to Britain. ഇനിയോ ഉള്ള റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ തിരിച്ചെത്തുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, ഇങ്ങനെ നമ്മളൊരു മിയർ എക്സ്പോർട്ടറായിട്ട് മാറിയപ്പോൾ, റോ മെറ്റീരിയൽസ് ധാരാളം നമ്മൾ കയറ്റി അയച്ചപ്പോൾ നമ്മൾക്കതിൽ നിന്ന് ധാരാളം എക്സ്പോർട്ട് സർപ്ലസ്, അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി വരുന്ന ബാലൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്നത്. ആ എക്സ്പോർട്ട് സർപ്ലസ് ഡിഡ് നോട്ട് ബെനിഫിറ്റ് ഇന്ത്യ. അങ്ങനെ കിട്ടുന്ന എക്സ്പോർട്ട് സർപ്ലസ് നമ്മളുടെ രാജ്യത്തിന് ഒരു ബെനിഫിറ്റും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒന്നാമത്തെ പോയിന്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ക്രിയേറ്റഡ് ഷോർട്ടേജ് ഓഫ് മെനി പ്രോഡക്ട്സ് ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ധാരാളം അവരുടെ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചപ്പോൾ നമ്മുടെ രാജ്യത്ത്, നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പല അത്യാവശ്യ സാധനങ്ങളും കിട്ടാത്ത അവസ്ഥയായി. നമ്മൾക്ക് പല അത്യാവശ്യ സാധനങ്ങൾക്കും ദാരിദ്ര്യം അനുഭവപ്പെട്ട ഒരു അവസ്ഥാവിശേഷമാണ് നമ്മളുടെ രാജ്യത്തുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ വ്യാപാര ബന്ധങ്ങൾ? ഇന്ത്യ ഹാഡ് ഹാഫ് ഓഫ് ദ ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് ബ്രിട്ടൻ. 50% ട്രേഡ് റിലേഷൻഷിപ്പും ഇന്ത്യക്ക് ബ്രിട്ടനുമായിട്ടായിരുന്നു. പിന്നീട് ബാക്കി 50% ബ്രിട്ടൻ പെർമിറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളുമായിട്ടായിരുന്നു ഇന്ത്യക്ക് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നത്. ഒന്ന് ചൈന, രണ്ടാമത്തത് സിലോൺ, ഇന്നത്തെ ശ്രീലങ്കയാണ് അന്ന് സിലോണായിട്ട് അറിയപ്പെട്ടിരുന്നത്. മൂന്നാമത്തത് പേർഷ്യ, ഇന്നത്തെ ഇറാനാണ് അന്ന് പേർഷ്യ ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളുമായിട്ടായിരുന്നു ഇന്ത്യക്ക് പിന്നീട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ. ദ ഓപ്പണിംഗ് ഓഫ് സൂയസ് കനാൽ പ്രൊമോട്ടഡ് ദ ട്രേഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ. കുറച്ച് കൂടുതലായിട്ട് ട്രേഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ വാസ് പ്രൊമോട്ടഡ്.
ക്ലിയർ ആയില്ലോ? ഇതാണ് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിനെ കുറിച്ച് നമ്മൾക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, വളരെ ഈസിയാണ്. എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. നമുക്കറിയാം ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് 50% ട്രേഡ് വാസ് വിത്ത് ബ്രിട്ടനായിട്ടായിരുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ട്രേഡ് എന്ന് പറയുന്നത് ബ്രിട്ടൻ പെർമിറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് മാത്രമായിരുന്നു. ചൈന, ശ്രീലങ്ക ആൻഡ് ഇറാൻ, ഈ രാജ്യങ്ങളുമായിട്ടായിരുന്നു നമ്മൾക്ക് ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. ഇനി ഈ ട്രേഡ് റിലേഷൻഷിപ്പ്, ബ്രിട്ടനുമായിട്ടുള്ള ട്രേഡ് റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി സ്പീഡി ആവാൻ വേണ്ടിയിട്ട് ദ ഓപ്പണിംഗ് ഓഫ് സൂയസ് കനാൽ ഓൾസോ ഹെൽപ്ഡ്. ക്ലിയർ? അപ്പോൾ ഫോറിൻ ട്രേഡ് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോട്ട്സ് നോക്കൂ, കൃത്യമായിട്ട് ഓരോ പോയിൻറ്റ്സും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണം. അത് ഇരുന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയും വേണം. ഓക്കെ, ഇനി നോക്കൂ, നമ്മളുടെ ബോർഡിലേക്ക് നോക്കൂ. നിങ്ങൾ നമ്മളുടെ എക്സ്പോർട്ട് എന്തൊക്കെ സാധനങ്ങളായിരുന്നു ഈ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെയും നമ്മൾ കയറ്റി അയച്ചിരുന്നത്. അതേപോലെ അവിടെ നിന്ന് ഏതൊക്കെ സാധനങ്ങളായിരുന്നു നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മളുടെ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വി എക്സ്പോർട്ടഡ് റോ കോട്ടൺ ആൻഡ് സിൽക്ക് ടു ഫോറിൻ കൺട്രീസ്. അതിന് പകരമായിട്ട് നമ്മൾക്ക് എന്താണ് അവർ തിരിച്ചയച്ചിരുന്നത്, ഇമ്പോർട്ട് ചെയ്തിരുന്നത്? നോക്കൂ, കോട്ടൺ ആൻഡ് സിൽക്ക് ക്ലോത്ത്. അത് ഈ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരുന്ന റോ കോട്ടണും സിൽക്കും അവർ ക്ലോത്തായി കൺവേർട്ട് ചെയ്തിട്ട് നമ്മളുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ക്ലിയർ? ഇനി രണ്ടാമത്തത് നോക്കൂ, ജൂട്ട് നമ്മൾ കയറ്റി അയച്ചു, വൂളൻ ക്ലോത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, ഇറക്കുമതി ചെയ്തു. അതേപോലെ നമ്മൾ വൂൾ നമ്മൾ കയറ്റി അയച്ചു, ക്യാപിറ്റൽ മെഷീനറി ആൻഡ് ഗുഡ്സ് നമ്മൾ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഷുഗർ നമ്മൾ കയറ്റി അയച്ചു, കെമിക്കൽസ് ആൻഡ് മെഡിസിൻസ് വെയർ ഇമ്പോർട്ടഡ്. ഇനി ലാസ്റ്റ് നോക്കൂ, ഇൻഡിഗോ നമ്മൾ കയറ്റി അയച്ചു, ഇമ്പോർട്ട് ചെയ്തത് വെയർ എഡിബിൾ ഓയിൽ വെയർ ഇമ്പോർട്ടഡ്. സോ ഇൻ ദിസ് ചാർട്ട് യു ക്യാൻ സീ ദാറ്റ് എക്സ്പോർട്ടഡ് ഐറ്റംസ് ആൻഡ് ഇമ്പോർട്ടഡ് ഐറ്റംസ് ഫ്രം our country to Britain and imported items from their country to our domestic country. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇനി നമ്മൾ പറയാനായിട്ട് പോണത് ഡെമോഗ്രാഫിക് കണ്ടീഷനാണ്. വാട്ട് ഈസ് മീൻ ബൈ ഡെമോഗ്രഫി? ഡെമോഗ്രാഫി ഇസ് ദ സ്റ്റഡി ഓൺ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇന്ത്യയുടെ ഡെമോഗ്രാഫി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്? ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്തായിരുന്നു പോപ്പുലേഷൻ്റെ അവസ്ഥ എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ബിഫോർ 1921 it is the first stage of demography. High birth rate and high death rate. മനസ്സിലായില്ലേ? ബിഫോർ 1921 ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിയിൽ കൂടിയ റേറ്റിലുള്ള മരണനിരക്കും അതേപോലെ ജനന നിരക്കും വളരെ കൂടുതലായിരുന്നു. In the second stage of demographic transition, that is after 1921, we can see that high birth rate was the condition and the death rate started declining. Death rate decline ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ഓക്കെ, ക്ലിയർ? ഇനി ആദ്യമായിട്ട് സെൻസസ് വാസ് കണ്ടക്റ്റഡ് ഇൻ ദ ഇയർ 1881. എന്നാണ് ആദ്യമായിട്ട് സെൻസസ് കണ്ടക്ട് ചെയ്തത്? ഇറ്റ് വാസ് കണ്ടക്റ്റഡ് ഇൻ ദ ഇയർ 1881. ഓക്കെ, ഇനി ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾക്ക് ചാർട്ടിൽ നോക്കിയിട്ട് അതിൻ്റെ ഫിഗേഴ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയാലോ? വളരെ എളുപ്പമാണ്. നോക്കൂ, ആദ്യം നമ്മൾ പറയാനായിട്ട് പോണത് മോർട്ടാലിറ്റി റേറ്റാണ്. നോക്കൂ, ഡ്യൂറിങ് ദാറ്റ് ടൈം ദ മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ. ആ സമയത്ത് മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. ഇനി ശിശുമരണ നിരക്കാണ് അടുത്തത് നമ്മൾ പറയാനായിട്ട് പോണത്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കൂ,
1000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് 218 കുട്ടികൾ മരിച്ചു പോകുമായിരുന്നു. ഇറ്റ് വാസ് വെരി ഹൈ ഡ്യൂറിങ് ദാറ്റ് ടൈം. നോക്കൂ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് നോക്കൂ. ഇന്ന് 43.19 ശിശുമരണ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എത്ര കൂടുതലായിരുന്നു ശിശുമരണ സംഖ്യ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇനി മൂന്നാമത്തത് ലൈഫ് എക്സ്പെക്റ്റൻസി. ലൈഫ് എക്സ്പെക്റ്റൻസി 32 വയസ്സ് വരെയായിരുന്നു ഒരാൾ ജീവിക്കുന്ന സമയമായിട്ട് കണ്ടിരുന്നത്, ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് ഇറ്റ് ഈസ് 63 ഇയേഴ്സ്. കാലം മാറി, നമുക്കറിയാം, നമ്മൾ മെഡിക്കലി വളരെ ഡെവലപ്ഡായി. നൗ ദ ലൈഫ് എക്സ്പെക്റ്റൻസി ഈസ് 63. ഇനി അടുത്തത് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ്. നമുക്കറിയാം പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വാസ് ഇന്നാഡിക്വേറ്റ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഹോസ്പിറ്റൽസ് ഇല്ല, ഹെൽത്ത് ക്ലിനിക്കുകളില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ന് നമുക്കറിയാം ഓരോ മുക്കിലും മൂലയിലും, നമ്മുടെ നാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഹെൽത്ത് സെൻറ്റേഴ്സാണ്. എല്ലാ സ്ഥലത്തും ഹോസ്പിറ്റൽസാണ്, ഡെവലപ്ഡ് ഹോസ്പിറ്റൽസാണ് അല്ലേ? അപ്പോൾ ഇറ്റ് വാസ് ഇന്നാഡിക്വേറ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ബ്രിട്ടീഷ്. അല്ലെങ്കിൽ ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ഹെൽത്ത് ഫെസിലിറ്റീസ് വാസ് വെരി പുവർ ഇൻ ഇന്ത്യ. ക്ലിയർ? ഇനി അടുത്തത് നോക്കാം, ഫീമെയിൽ ലിറ്ററസി. അടുത്തത് ഇറ്റ് ഈസ് ഫീമെയിൽ ലിറ്ററസി. ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 7% മാത്രമായിരുന്നു അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ന് നമുക്കറിയാം നമ്മളുടെ ഓരോ വീട്ടിലും ഒരു കുട്ടി പോലും, ഒരു പെൺകുട്ടി പോലും പഠിക്കാൻ പോവാതെ ഇരിക്കുന്നില്ല. എല്ലാവർക്കും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് നൗ ദ ഫീമെയിൽ ലിറ്ററസി ഇൻ ആ കൺട്രി ഈസ് 60.6%. 60.6% ആണ് ഫീമെയിൽ ലിറ്ററസി ഇൻ ആ കൺട്രി. ഓക്കെ, ഇന്ന് ഏത് മേഖല നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാത്തിൻ്റെ തലപ്പത്തും നമ്മൾക്കറിയാം സ്ത്രീരത്നങ്ങളാണ്. കണ്ടീഷൻ ഹാസ് ചേഞ്ച്ഡ്. ടുഡേ ദ വിമൺ ആർ സ്ട്രോങ്. സോ ഗേൾസ്, be serious, study seriously, be in one of the most important positions. അപ്പോൾ നിങ്ങൾക്ക് ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളെയാണ് നമ്മൾ ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ ഫിഗേഴ്സും തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിച്ചിരിക്കണം. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇപ്പോഴത്തെയും അതേപോലെ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്തുള്ളതും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അല്ലേ? Now we are moving to the occupational structure. We know that it is classified into 3: primary sector, secondary sector and tertiary sector. പഠിക്കൂ. occupational sectors ഏതൊക്കെയാണ് ഇന്ത്യയുടേത്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ. അപ്പോൾ ഈ 3 മേഖലകളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എന്താണ് ഒക്യുപേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എമംഗ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. പ്രൈമറി സെക്ടറിൽ എത്ര ആൾ വർക്ക് ചെയ്യുന്നു, സെക്കൻഡറി സെക്ടറിൽ എത്ര ആൾ വർക്ക് ചെയ്യുന്നു, ടെറിഷറി സെക്ടറിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഇസ് ദ പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറാണ്. അഗ്രികൾച്ചർ സെക്ടറിലാണ് നമുക്കറിയാം ഫാമിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ഹണ്ടിങ് ഉണ്ട്, കോറിങ് ഉണ്ട്, മൈനിങ്. എവറിത്തിങ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫസ്റ്റ് സെക്ടർ, ദാറ്റ് ഇസ് ദ പ്രൈമറി സെക്ടർ.
Okay, നോക്കൂ, majority of our population was engaged in agriculture sector or primary sector at the eve of independence. About 70% of the people were directly or indirectly depending on agriculture, on primary sector on the eve of independence. Clear? നമ്മൾക്ക് രണ്ടാമത്തെ സെക്ടറിലേക്ക് പോവാം. That is the secondary sector or industrial sector. It is also known as manufacturing sector. Secondary sector is also known as manufacturing sector. We know that iron and steel industries, cotton industries, jute industries, every industries were considered to be in the secondary sector or in the manufacturing sector. Okay, clear? When an economy progresses, the manufacturing sector or industrial sector also develop. Okay, so developed nations are having more of their manufacturing industries or secondary sector. Clear? ഇനി മൂന്നാമത്തെ സെക്ടറിലേക്ക് നമ്മൾക്ക് പോവാം. മൂന്നാമത്തെ ഒക്യുപേഷണൽ സ്ട്രക്ചറിലേക്ക് നമുക്ക് പോവാം. ദാറ്റ് ഈസ് ദ ടെറിഷറി സെക്ടർ ഓർ സർവീസ് സെക്ടർ. The economic activities that are providing more services to our society is known as tertiary sector or service sector. For example, banking, insurance, transportation, etc. comes under the tertiary sector. Clear? ഇനി നോക്കൂ, നമ്മളുടെ ഫിഗറിലേക്ക്, ചിത്രത്തിലേക്ക് നോക്കൂ. എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ ഏതൊക്കെ ഇൻഡസ്ട്രി, ഏതൊക്കെ മേഖലകളാണ് സെക്കൻഡറി സെക്ടറിലുള്ളത്, ഏതൊക്കെയാണ് പ്രൈമറി സെക്ടേഴ്സിലുള്ളത്, ഏതൊക്കെയാണ് ടെറിഷറി മേഖലകളിലുള്ളത് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. പ്രൈമറിയിൽ ഏതൊക്കെയാണെന്ന് നോക്കൂ. ഫോറസ്ട്രി, ഫിഷിംഗ്, ഫാമിംഗ്, മൈനിങ് എക്സെട്ര കംസ് അണ്ടർ ദ പ്രൈമറി സെക്ടർ. ഇനി പ്രൈമറി സെക്ടറിനെയാണ് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടാണ് സെക്കൻഡറി സെക്ടർ ഉപയോഗിക്കുന്നത്. സെക്കൻഡറി സെക്ടർ ഇസ് ദ മാനുഫാക്ചറിങ് സെക്ടർ. എന്തൊക്കെയാണ് അതിലുള്ള? കാർ മാനുഫാക്ചറിങ് സെക്ടേഴ്സ് ഉണ്ട്, സ്റ്റീൽ മാനുഫാക്ചറിങ് സെക്ടർ, ഡ്രസ് മേക്കേഴ്സ്, ബിൽഡിങ്സ് എക്സെട്ര കംസ് അണ്ടർ ദ സെക്കൻഡറി സെക്ടർ. ഇനിയോ അവർ ഈ പ്രൈമറി സെക്ടറിനെ അവർ മാനുഫാക്ചർ ചെയ്ത്, കൺസ്ട്രക്റ്റ് ചെയ്ത്, റിഫൈൻ ചെയ്ത് നമ്മൾക്ക് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നു, അല്ലേ? ഇനിയോ മൂന്നാമത്തത് ഇസ് ദ ടെറിഷറി സെക്ടറാണ്. ടെറിഷറി സെക്ടർ ഇസ് ദ സർവീസ് സെക്ടർ. അതിലെന്തൊക്കെയാണ് വരുന്നത് നോക്കൂ. ലീഗൽ സർവീസസ് വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, കസ്റ്റമർ സർവീസസ് വരുന്നുണ്ട്, അക്കൗണ്ടിങ് വരുന്നുണ്ട്. ഓൾ ദോസ് സർവീസസ് കംസ് അണ്ടർ ദ ടെറിഷറി സെക്ടർ. ക്ലിയർ ആയില്ലേ? എനിക്ക് തോന്നുന്നു വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. എക്സാമ്പിൾസ്, പ്രൈമറി സെക്കൻഡറി ടെറിഷറി സെക്ടറിൻ്റെ എക്സാമ്പിൾസ് എഴുതണം. ഡെമോഗ്രാഫിക് കണ്ടീഷൻ്റെ, ഡെമോഗ്രഫിയുടെ ഫിഗേഴ്സ് നിങ്ങൾ എഴുതിയിരിക്കണം. അതേപോലെ തന്നെ ഫോറിൻ ട്രേഡിനെ കുറിച്ച് നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചേഴ്സ് അതിൻ്റെയും നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഇതൊക്കെ തന്നെയും നമ്മളുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. മനസ്സിലാക്കി വെക്കണം. നല്ല വെയിറ്റേജുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യ ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ക്ലിയർ ആയല്ലോ? വളരെ കുറച്ച് മാത്രമേ ഞാനിന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ കുറച്ച് ഭാഗങ്ങൾ വളരെ പതുക്കെ നമ്മൾക്ക് മുന്നോട്ട് പോവാം. ഈ പറയുന്ന ചെറിയ ഭാഗങ്ങൾ അതത് ദിവസം തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് പഠിക്കാനായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ തന്നെ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നില്ലേ, ഇതൊക്കെ ഞങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണല്ലോ ഞങ്ങൾ ഇന്ത്യൻ ഇക്കോണമിയിൽ പഠിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളെ മനസ്സിൽ വന്നില്ലേ? അതുതന്നെയാണ് നമ്മളുടെ വിജയരഹസ്യം എന്ന് പറയുന്നത്. നമ്മൾ പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല. അറിഞ്ഞ കാര്യങ്ങൾ, നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങൾ, പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ അതൊന്നും കൂടി റിവൈസ് ചെയ്യുക മാത്രമേ നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയിൽ കൂടി ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? ഫൈൻ. ബൈ. സീ യു.